ഹീൽ എന്ന് പറയുന്നുണ്ട്. യുനോ Yes. കോൺവെർസേഷനിലും പറഞ്ഞു ഇപ്പോൾ, അതുപോലെ ആ പോസ്റ്റിലും ഹീൽ ഇടയ്ക്കിടയ്ക്ക് മെൻഷൻ ചെയ്യുന്നുണ്ട്. ഹീൽ ഫ്രം വാട്ട് എന്നുള്ളൊരു വലിയ ചോദ്യമാണ്. ഞാൻ ഇതുവരെ ആരോടും പറയാത്തൊരു രഹസ്യമുണ്ട്. കേരളം അറിയാത്ത രഹസ്യം, ഇന്ത്യ അറിയാത്ത രഹസ്യം. ഇനി ഞാനത് മറച്ചു വെക്കുന്നില്ല. I have gone through narcissistic abuse for 2 years. Narcissistic abuse. മനസ്സിലാക്കി തരാം. അപ്പം നാർസിസിസ്റ്റിക് അബ്യൂസ് അതെന്താണെന്ന് ആൾക്കാർക്ക് ഫസ്റ്റ് ഓഫ് ഓൾ മനസ്സിലാവില്ല. അത് നമുക്കൊരു വീഡിയോയിലൂടെയോ അല്ലെങ്കിൽ ഒരു അരമണിക്കൂറിലൂടെയോ നമുക്ക് ഒരാളെ കൊണ്ട് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യമല്ല. എന്റെ പൊന്നല്ലു, എന്താ കാര്യം എന്ന് വെച്ചാ പറ. ഇനി പറഞ്ഞിട്ട് എന്താ കാര്യം? പോവേണ്ടത് പോയില്ലേ? So imagine my family, my dearest friends, അല്ലെങ്കിൽ എൻ്റെ ചുറ്റുള്ള എൻ്റെ staff who are there with me all the time. They all knew from the beginning it is not right for me. വാലും തുമ്പില്ലാതെ പറഞ്ഞോണ്ടിരിക്കാതെ നിങ്ങൾ പോയിന്റിലേക്ക് വാ. People think narcissist എന്ന് പറഞ്ഞ ആൾക്കാർ they love themselves a lot. But actually they hate themselves. They are the most insecure people you can find. ഇതെന്നെ ഉദ്ദേശിച്ചാണ്, എന്നെ തന്നെ ഉദ്ദേശിച്ചാണ്, എന്നെ മാത്രം ഉദ്ദേശിച്ചാണ്. സംശയമുണ്ടോ? They have no self-worth. They are like empty vessel basically. ഞാനാ എടാ ചെറുക്കാ, നീ വായി തോന്നുന്ന വിളിച്ച് പറയരുത് കേട്ടോ. ഈ നാർസിസിസ്റ്റിക് അബ്യൂസിന്റെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് അത് ഭയങ്കര സൈലന്റ് ആയിട്ട് നടക്കുന്ന ഒരു കാര്യമാണ്. സോ അവർക്ക് ബേസിക്കലി വേണ്ടത് കൺട്രോൾ ആണ്. സോ നൗ നമുക്ക് വിചാരിക്കാം അപ്പൊ ദേ ക്യാൻ ഫൈൻഡ് എ ഗേൾ ഹൂ ഇസ് ലൈക്ക് പാവമായിട്ടുള്ള പറഞ്ഞത് കേൾക്കുന്ന പെൺകുട്ടിയെ. നോ, ദി ഓപ്പോസിറ്റ് പോൾസ് അട്രാക്ട്. They attract someone who is extremely different from that. അങ്ങനെയാണ് സംഗതിയുടെ കിടപ്പ്. ഓക്കെ, By extremely confident ആയിട്ടുള്ള ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള a person who feels extremely secure. അങ്ങനത്തെ ഒരാൾക്കാരെ they target them. ഇത്രക്ക് ചീപ്പാണ് ആർട്ടിസ്റ്റ് ബേബി. അവരെ വീടിൻ്റെ അകത്ത് അവരെ ക്ലോസ് പീപ്പിളിൻ്റെ അടുത്ത് ഒരു രീതിയിലും when they step out of that house they're a total different person. അവിടെ ബഹുമാനം കല്ല് വെച്ച് നുണയും. വല്യമ്മേ ഇയാള് വിശ്വസിക്കരുത്. They'll be the most charismatic, the most gentle, kind, shy, charming, very very charming kind of people. ഇവരെ കൺട്രോൾ എന്ന് വെച്ചാൽ ഇവരെ ഡയറക്റ്റ് ആയിട്ട് നമ്മുടെ അടുത്ത് വന്ന് പറയാം, ശരി ഈ ഡ്രസ്സ് ഇടണ്ട എന്ന് പറഞ്ഞാൽ യു അണ്ടർസ്റ്റാൻഡ് ദർ സംതിങ് നോട്ട് റൈറ്റ്. ബട്ട് ദാറ്റ്സ് നോട്ട് ഹൗ ഇറ്റ് ഇസ്. നമ്മളെ കൊണ്ട് തന്നെ നമ്മുടെ ബ്രാഞ്ചസ് കട്ട് ചെയ്യുക എന്നുള്ളതാണ് അവരുടെ ഏറ്റവും വലിയ സ്ട്രാറ്റജി. അല്ല അത് ഇവിടെ എങ്ങനെ എന്താ ഉദ്ദേശിച്ചത്? ഒരു ദിവസം യു ആർ എ പേഴ്സൺ ഹു വെയർ ജീൻസ് ആൻഡ് ടോപ്പ് എവറി ഡേ. And then one day you feel like wearing a churidar. You walk in with a churidar. This person sees you and you're like, oh, baby, you look so beautiful in churidar. This is the best thing. You look like my wife material. No, are you? And then you're like, oh, in the chetan, oh my God, he likes it so much. So let me buy one more churidar. Like that, one churidar becomes 2 churidars, 3 churidars, 4 churidars. And then you're in churidars. എന്നാലും ഇത്ര ഞാൻ പ്രതീക്ഷിച്ചില്ല. കുറച്ച് വിദ്യാഭ്യാസം കുറവാണെന്നേ ഉള്ളൂ. കുറെ വിദ്യകളും സകല അഭ്യാസങ്ങളൊക്കെ പഠിച്ചവനാണ് ഞാൻ. Imagine having Onion in your life. Like one day, he's Remo. Inkara love it. You feel like, shoo, how lucky am I to get a person like this in my life? Is this even reality? It's like a dream, not a feeling. പക്ഷെ അത് Next day, you see Onion. ഏറ്റവും ബ്രൂട്ടൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈവൻ ഇഫ് ദാറ്റ് പേഴ്സൺ ഇസ് സീയിങ് someone else stabbing you and killing you, they would not even just turn their head. That kind of extreme. എന്തരാണെന്ന് അറിഞ്ഞൂടാ, മുഖത്ത് നിറച്ച് വിനയം വാരിത്തേച്ച് വച്ചാലും ഇടയ്ക്കിടയ്ക്ക് ഉള്ളിക്കിടക്കണ ഫ്രാഡുകൾ പുറത്തോട്ട് തള്ളി തള്ളിക്കാറ് വരും. And there is a next day where that person is Ambi, apologizing, begging you, pleading you, എന്തോന്നടേ ഇത്? ഇതിന് വട്ടുണ്ടോ? promising you that they'll never repeat this again, crying like a baby. സൈക്കോസിന്റെ പല അവസ്ഥാന്തരങ്ങളും കേട്ടിട്ടുണ്ട്, പക്ഷെ ഇത്ര ഭയാനകമായ ഒരു പ്രശ്നം ഇത് ആദ്യ.